അപ്പോൾ അജീഷ് വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. കാരണം അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് 2.5 മണിക്കൂറായിട്ടാണ് ഈ ടയർ ഇതേപോലെ പൊട്ടിയിട്ട്. ചേട്ടൻ്റെ ചായയും. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം ഇറങ്ങി വന്നിട്ടുള്ള താമരശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് വന്നതിൻ്റെ കാരണം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. നമ്മൾ താമരശ്ശേരി ചുരം കയറി കൽപ്പറ്റ കൂടി അതുപോലെ തന്നെ അവിടെയൊക്കെ പോയി തിരിച്ച് ഇവിടെ നിന്നാണ് ലോഡ് നമുക്ക് കിട്ടിയത്. അവിടെ കുറേ നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു. തൊട്ടടുത്ത് ഇവിടെ റിലയൻസിൻ്റെ ഒരു പമ്പ് ഉണ്ടായിരുന്നു. ആ പമ്പിലാണ് ഞങ്ങൾ, പമ്പിൻ്റെ തൊട്ട് സൈഡിൽ, പമ്പിൻ്റെ ഉള്ളിൽ കയറ്റി ഇടാനുള്ള സൗകര്യം കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, പുറത്ത് ഇട്ടു. അതുപോലെ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറാനും അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനും എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ ഈ ചേട്ടൻ പറഞ്ഞാൽ 6 മണിയാകുമ്പോഴേക്കും കയറ്റാൻ വരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചേ 6 മണിക്കാകുമ്പോൾ ഇത്ര നേരത്തേക്ക് കയറ്റുമോ അറിയില്ല. ഇതിന് മുന്നേ ആണെങ്കിൽ നമ്മളൊരു വിറക് കയറ്റിയത് പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. രാവിലെ കയറ്റാൻ പോയിട്ട് 9 മണി തൊട്ട് രാത്രി 10 മണി വരെ ലോഡ് കയറ്റി ദൂരം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇന്നത്തെ ഒരു ദിവസം പോക്കാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. പക്ഷേ 6 മണി എന്നുള്ളത് 6:30 ആയപ്പോഴേക്കും പണിക്കാർ വന്നപ്പോൾ തന്നെ ദേ ഇവിടെ ഇഷ്ടം പോലെ ലോഡ് വിറക് ഇങ്ങനെ കിടക്കുകയാണ് കയ്യോടെ. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഇപ്പോൾ സമയം 8:30, 2.5 മണിക്കൂറായപ്പോഴേക്കും ഏറെക്കുറെ ഒരു 1/4 ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു കണ്ടീഷനിലുള്ള കയറ്റാണ് കേട്ടോ. ഇവിടെ ഒരു 10 പേര് നിന്നിട്ട് ഈ ഇതേപോലെ ഹൈറ്റ് വെച്ച് കയറ്റുണ്ട്. അജീഷ ഹൈറ്റ് മുകളിലത്തെ മറ്റേ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ എന്ന് വിചാരിക്കാം അല്ലേ? രാവിലെ തന്നെ ഈ ചേട്ടൻ, ഇതിൻ്റെ ഓണർ ചേട്ടൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ വെള്ളവും കാര്യങ്ങളും 20 ലിറ്ററിൻ്റെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ചു. ആ പരിപാടി കഴിഞ്ഞ് ഇനി ചായ കുടിക്കാൻ പോണ്ടേ? നീ ഒരു കാലി അടിച്ചു എന്നുണ്ടല്ലേ? രാവിലെ ഇവരൊരു കാലി അടിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ കാലി അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പോകണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ചിരട്ടയും ഇതൊക്കെ ഈ ചേട്ടൻ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പോലെയുള്ള വലിയ വണ്ടികൾക്ക് അകലം വഴിക്ക് പെരുമ്പാവൂർ, അല്ലെങ്കിൽ നമുക്ക് പെരുമ്പാവൂർ ഇന്നലെ വരികയാണെങ്കിൽ പെരുമ്പാവൂർ ലോഡ് ഉണ്ടായേന്ന് പറഞ്ഞ്. അപ്പോൾ നിലവിൽ ഇന്നലെ നമുക്ക് എത്താൻ പറ്റില്ല എന്തായാലും. അപ്പോൾ ഇന്നത്തേക്കായി ഇപ്പം മടത്തിക്കുളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊള്ളാച്ചി സൈഡിലേക്കാണ് കേട്ടോ ലോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആയിരിക്കുന്ന ചേട്ടനാണ് ഇതിൻ്റെ ആൾ. അപ്പോൾ ആളാണ് ഇത് നമുക്ക് ഓട്ടം വിളിച്ച് ഇവിടേക്ക് തന്നിട്ടുള്ള ആൾ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇപ്പോൾ ഒരു പകുതിയുടെ അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു ലോഡ്. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഇത്ര കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കൂടിയും കൂട്ടാം. അപ്പോൾ 2 മണിക്കൂർ കൂടി ആകുമ്പോൾ 8, 2, 10:30, 11 മണി. അപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് സംഭവം ലോഡ് കയറി തീരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കണത്. അപ്പോൾ ഈ ചേട്ടന്മാർ സൈഡിൽ ലോഡ് കയറ്റുന്നുണ്ട്. ഈ ലോഡ് കയറ്റുമ്പോൾ, മരത്തിൻ്റെ ലോഡ് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ കപ്പ് കയറ്റാൻ വരുന്നിടത്ത് വീൽ കപ്പ് നമ്മൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ മരത്തിൻ്റെ കൂടുതൽ പണി എടുത്തു കഴിഞ്ഞാൽ, അല്ലാണ്ട് നമുക്ക് വേറെ പണി കിട്ടിയില്ലെങ്കിൽ പിന്നെ മരത്തിൻ്റെ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ആ വീൽ കപ്പുമ്പോൾ തട്ടും എപ്പോഴെങ്കിലും. ഇപ്പോൾ തന്നെ 2 പ്രാവശ്യം തട്ടിയിട്ട് ഞാൻ മാറ്റിയിട്ട് ചെയ്തത്. അവർ നോക്കൊന്നുമില്ല. ഇപ്പോൾ ഹിന്ദിക്കാരിപ്പോൾ അതിനെക്കുറിച്ചിട്ട് നോക്കി നമ്മുടെ വീൽ കപ്പ് നന്നാക്കണമെന്ന് അവർക്ക് ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി കണ്ട് അത് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വീൽ കപ്പ് പോവില്ല. അല്ലെങ്കിൽ നമ്മുടെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ പട്ടയെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചാൽ പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ അവർ കയറ്റി അട്ടിയിടുമ്പോഴേക്കും ഞാനും അജീഷും പോയിട്ട് അവരെ ചായയൊക്കെ കുടിച്ച് ഒന്ന് അടിപൊളിയായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ചായക്കടയും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ടൗണിൽ പോയി കഴിഞ്ഞാൽ വലിയത് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയി വൈകുന്നേരം പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് വേഗം വന്ന് കിടന്നുറങ്ങി. കാരണം വെച്ചാൽ നല്ല ക്ഷീണമായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ കുളിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ ഉറങ്ങിയെന്ന് ഓർമ്മയുള്ളൂ. അടിപൊളിയായിട്ട് വണ്ടി മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്ര നാളായിട്ട് ഇതിൻ്റെ വണ്ടിയുടെ ഉള്ളിൽ കിടന്നിട്ട് ഇത്ര നല്ല ഉറക്കം കിട്ടിയിട്ടുള്ള വിവരം എനിക്ക് അറിയില്ല. അതേപോലെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഈ ചേട്ടൻ വന്ന് വിളിച്ച് 6 മണിയായപ്പോഴാണ് എഴുന്നേറ്റത്. അതുവരെ കിടന്നുറങ്ങിയെന്ന് അറിയില്ല. എന്തായാലും സന്തോഷമായി കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാട്ടോ. ഇവിടുത്തെ ചേട്ടൻ്റെ സ്കൂട്ടറുണ്ട്. അപ്പോൾ ആളതെടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ കയറിയ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഇവിടുന്ന് കഴിച്ചത് നല്ല നെയ്ച്ചോറായിരുന്നു. റേറ്റും കുറവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിൽ തന്നെയുള്ള കടയാട്ടോ. 4 മൂടി സെൻറ്ററിൽ തന്നെയുള്ള കടയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് പോരണം. എനിക്ക് 2 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 2 കിലോമീറ്റർ ഉണ്ടാവും. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അത് തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പൊറോട്ടയും ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മീൻകറി അല്ലേ? അജീഷ് മീൻകറി എന്തോ അയിലക്കറി കഴിക്കണം ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി നമുക്കൊരു അയിലക്കറി പൊറോട്ട ഇങ്ങോട്ട് രാവിലെ തന്നെ ആയിക്കോട്ടെ. അതെ, അത് ശരിയാണ്. വന്നിട്ട് അത് കഴിച്ചില്ലെങ്കിൽ അതൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊറോട്ടയും അയിലക്കറി രാവിലെ തന്നെ പറഞ്ഞു അതും കഴിച്ചിട്ട് അടുത്ത കാര്യം. അപ്പോൾ ഇവിടുത്തെ കോമ്പിനേഷനായിട്ടുള്ള മത്തിയല്ലല്ലോ അയിലയും അത് തന്നെ പൊറോട്ടയും. അപ്പോൾ ഞങ്ങൾ അയിലയും പൊറോട്ടയും പറഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട് അയിലക്കറി പൊറോട്ട എന്നുള്ളത് വിവരം പറയണ്ടേ അല്ലേ? ഇന്നലത്തെ നെയ്ച്ചോറ് പോലെയാണോ? അതന്നെ. കാരണം ഇന്നലെ ഞങ്ങൾ നെയ്ച്ചോറ് കഴിച്ചത് ബെസ്റ്റ് ആയിരുന്നു. പിന്നെ ഇന്നലെ ഉറക്കം നമുക്ക് ഒന്നും പറയാൻ മൂടിനത് തന്നെ കേട്ടോ. പൊറോട്ട വെച്ചിട്ട് എന്തായിരുന്നു നല്ല സ്മൂത്ത് പൊറോട്ട, അടിപൊളിയായിരുന്നു. മീൻ കറീനാണെങ്കിൽ ഒരു പൊറോട്ട കഴിക്കാൻ 2 പൊറോട്ട കഴിക്കേണ്ട ഒരു അതാ പ്രശ്നം. ഒരു പൊറോട്ടയിലും കഴിക്കേണ്ട വരും. നല്ല ടേസ്റ്റ് പൊറോട്ട. മീൻകറി നോട്ടെ കേട്ടോ. മീൻകറിയുടെ ടേസ്റ്റും പറയും. നന്നായിട്ടുണ്ടോ?
നമ്മുടെ അവിടുത്തെ മീൻ കറിയുടെ ചാറിൻ്റെ ഇതല്ല ഇവിടെ, എന്താ പറയുക, കൊഴുപ്പൊന്നും അതേപോലെയല്ല. നോക്കട്ടെ, പുളി ഇട്ടിട്ട്, പുളിയല്ല പുളി അല്ലേ, മീൻ കറിയുടെ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടപ്പുളി ഇട്ട് നന്നായിട്ട് കേട്ടില്ലേ, അടിപൊളിയായിട്ട് പുളിയാണ്, കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട്, നല്ല ചുടിയുണ്ട് രാവിലെ തന്നെ. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ആംബുലൻസ് അവിടേക്ക് പെട്ടച്ച് പോകണ്ടല്ലോ, ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ താമരശ്ശേരി 4 കൂടിയ സെൻറ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ ഹോട്ടൽ ന്യൂ ഹോം. ഇവിടെ നിന്ന് ഒരു വഴി നോക്കിയാൽ കുത്തനെ മുകളിലേക്ക്, ഈ ഷോറൂമിൻ്റെ സൈഡിൽ കൂടെ കയറി പോകണം വഴിയില്ലേ, എന്ത് ആകാശം മുട്ടണ പോലെ. അവിടെ ഒരു വീട് ഉണ്ട് അങ്ങേറ്റത്ത്, അതിൻ്റെ മുകളിലേക്ക് കയറി പോകണം വഴി. എൻ്റെ പൊന്നു കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പോവാ ഷട്ടാവില്ലേ. അവർക്ക് ലോഡ് കയറ്റാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ബാക്ക് മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഫ്രണ്ട് ഇട്ട് കൊടുക്കാൻ പറയണു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ റോട്ടിലാണ്, വേറെ വണ്ടികൾ വരുമ്പോൾ ഒക്കെ കൂടി ബ്ലോക്ക് ആവില്ലേ. ഇപ്പോൾ കണ്ടില്ലേ, ട്രാൻസ്പോർട്ട് ഇപ്പോൾ അവിടെ പെടുത്തേനെ. എല്ലാവരും ധൃതികാരായിരുന്നു, ഒരു രക്ഷയില്ല. ഓക്കെ, ആകെ പൊടിമയ. കുഴപ്പമില്ല, എന്തായാലും ഇവർ പറഞ്ഞ ഏത് രീതിയിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ചാട്ടപ്പെടാന്ന് പറഞ്ഞിട്ടാണ് ഇവർ കയറ്റുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 8:30 9:30 ആയുള്ളൂ. ഒരു വിധം നല്ല ഫാസ്റ്റായിട്ട് നല്ല പെടയായിട്ട് പഠിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുമേ. ഇത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. എന്താ പേര് പറഞ്ഞേ? ഖാജ മുഹമ്മദ്. ആ, നീ എത്രയാണ് പഠിക്കണേ? അപ്പോൾ നീ നമ്മുടെ വീഡിയോസൊക്കെ കാണാറില്ലേ? നിൻ്റെ ഉപ്പാൻ്റെ അല്ലേ ഇത്? ആ, ഇവൻ്റെ ഉപ്പാൻ്റെയാണ് കേട്ടോ ഈ കാണുന്ന സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് ക്യാനൊക്കെ നിറച്ച് സ്കൂട്ടറിൽ പോയിട്ട്. നീ സ്കൂട്ടർ ഓടിക്കൂലേ? ആരോടും പറയണ്ട കേട്ടോ. നമ്മൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതി, പുറത്തൊരാളറിയരുത്, കേട്ടില്ലേ? ആ, എനിക്ക് മനസ്സിലായി, അതാ. അപ്പോൾ എന്തായാലും ഇവിടെ ലോഡ് കയറ്റാനുള്ള പരിപാടി വീണ്ടും പ്രകൃതിയായിട്ട് നടക്കണ്ട. ഇനിയിപ്പോൾ ഹിന്ദിക്കാരെന്താണോ പറയണത്, എങ്ങനെ വരാനാന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചേർത്ത് ഇങ്ങോട്ട് തന്നെ പറയണം. ഇപ്പോൾ സമയം 9:35 ആയിട്ടോ. ഇപ്പോൾ നേരെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് മഴ പെയ്യാനുള്ള സകല ചാൻസും കാലാവസ്ഥാ നിരീക്ഷകരെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് 10നും 10:30 ഇടയ്ക്കാണ് മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഞാനിവിടെ കാണുന്നത് താമരശ്ശേരി ഭാഗങ്ങളിൽ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ട് കൂടിയിട്ടുണ്ട്. ഇനി താഴത്തേക്ക് വർഷിച്ചാൽ മതി അതെല്ലാം കൂടി മഴയുടെ രൂപത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെയിറ്റ് നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ മരമാണെങ്കിൽ വെയിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ തൂക്കുമ്പോൾ നന്നായിട്ട് വെയിറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഒരു മഴ നനഞ്ഞങ്ങോട്ട് പോകാൻ ആൾ എന്തൊരു ഓട്ടം പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു മരപ്പൊടി കൊണ്ടുപോയിപ്പോൾ ചേട്ടാ വെയിറ്റ് ഇല്ല, അന്നൊരു കാര്യം കുറേ വെള്ളം നനച്ച് പോകാൻ നനച്ചങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പിന്നീട് ചോദിച്ചപ്പോഴാണ് മനസ്സിലാവണം മരപ്പൊടിയൊക്കെ കയറ്റിയിട്ട് വെള്ളം നനച്ച് പോകുന്ന ആൾക്കാരിൻ്റെ വെയിറ്റ് കൂടാനെന്ന്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് കാര്യമില്ല കേട്ടോ, ഞാൻ അത് പറയാം. മരത്തമ്മ എന്ത് വെള്ളം അടിച്ചിട്ട് എന്ത് കാര്യം. സംഭവം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മരത്തിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് പോയിട്ട് വെയിറ്റ് കുറയും. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴ പെയ്യുമ്പോൾ രണ്ടാമത് വെള്ളം നനച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് വെള്ളമൊന്നും കയറില്ല, മരപ്പൊടി പോലെ വെയിറ്റ് ആവില്ല. അപ്പോൾ പ്രത്യേകിച്ച് വണ്ടിയുടെ ടയർ ചൂടാവാണ്ട് നമുക്ക് അങ്ങോട്ട് മഴ പെയ്താൽ പോകാമെന്നല്ലാണ്ട് പകൽ ഓടിക്കാമെന്നല്ലാണ്ട് വേറെ മഴ പെയ്തുകൊണ്ട് ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഒരു കയറ്റിക്കട്ടെ. അജീഷ് ഉള്ളി കിടന്ന് ഉറങ്ങാൻ പോയതാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഇവരുടെ കലാപരിപാടികളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അവൻ വണ്ടിയുടെ വലിയൊരു ആരാധകനാണ് കേട്ടോ. അവന് മറ്റേ ലൈലൻ്റ് ഉണ്ട്, അത് ഏത് മോഡൽ എന്തുണ്ട് കാര്യം, അതിൻ്റെ കാര്യങ്ങൾ മൊത്തം വണ്ടീനെ കുറിച്ച് അരച്ച് കലക്കി കുടിച്ചേക്കാന്ന് പറയില്ല. അതാണ് ഇവൻ്റെ പരിപാടി. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുട്ടായിക്കോട്ടെ ഏത് വണ്ടിയുടെ ഏത് പേര് ചോദിച്ചാലും എല്ലാ സംഭവങ്ങളും ഒക്കെ അവരോട് ചോദിച്ച് ഇറങ്ങണ പുതിയ വണ്ടി മോഡലും കാര്യങ്ങളും ബൈക്കും എല്ലാ സംഭവം പിള്ളേരോട് ചോദിക്കുന്നില്ല, അവർക്ക് അറിയുമൊക്കെ. നമ്മൾ പഴയ കാലഘട്ടത്തിലെ ആൾക്കാരെ പോലെ ഒന്നും അറിയാത്ത ആൾക്കാരെ പൊട്ടക്കുളത്തിലെ തവളാന്ന് പറഞ്ഞ പോലെ പഴയ കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ അറിയായിരുന്നു. അത് വെച്ചിട്ട് തന്നെ നമ്മളിപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറാൻ പിള്ളേർക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി പിള്ളേരായിട്ടുള്ള കൂട്ടം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതലും പിള്ളേരൊക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകൂടാൻ ശ്രമിക്കാറ്. പക്ഷേ കൂടുതൽ ഇനി പിള്ളേരും നല്ലത്. യുവജനങ്ങളെക്കാളും കൂടുതൽ അറിവ് പിള്ളേർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. എൻ്റെ വണ്ടിക്ക് ചുറ്റും കിടന്ന് നോക്കുക എന്തൊക്കെ വ്യത്യാസങ്ങൾ എന്തൊക്കെയുള്ളതെന്നൊക്കെ മുഴുവൻ വന്നിട്ട് എന്നോട് ഓരോന്ന് വന്ന് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. മരം കയറ്റൽ മുഴുവൻ അങ്ങോട്ട് കഴിഞ്ഞു, കഴിഞ്ഞു. ഇനി നമ്മൾ കയർ കെട്ടി ടൈറ്റ് ചെയ്യണം കേട്ടോ. കാരണം കയർ കെട്ടി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഊരി വഴിയിൽ പകുതി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ടൈറ്റിലൊരു പ്രത്യേക സൈസ് മരക്കെട്ടുണ്ട് വരെ. ആ മരത്തിൻ്റെ ഒരു കെട്ടാണ് ഈ ബയ്യ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു, ജാതി ലോക്ക് കെട്ടൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചൊക്കെ ഇട്ടിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെയാണ് സംഭവം. കണ്ടു, ഇത് കാണുമ്പോൾ നല്ലൊരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10-25 ടണ്ണൊക്കെ തികയോ അവനെ നിൻ്റെ ഉദ്ദേശത്തിൽ കാണുമ്പോൾ ഒന്ന് വിചാരിക്കാം അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കയറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം 24 സംതിങ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
ഏറെക്കുറെ അത്ര തന്നെ ഉണ്ടാവും വിചാരിക്കും. 25-ൻ്റെ താഴെ അല്ലെങ്കിൽ 25ഒക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്, അറിയില്ല. അപ്പോൾ എന്തായാലും തൂക്കം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇപ്പോൾ നിലവിൽ അടക്കിയിട്ടുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. എന്ത് രസമായിട്ട് അവർ ഇത് അടക്കിയേക്കുന്നത് നോക്കി, നല്ല അടിപൊളിയായിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കയറ്റിയതിനേക്കാളും നല്ല വൃത്തിയിലുള്ള അടക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിന് ഫുള്ള് ഓക്കെ. ഇനി മുകളിൽ നിന്ന് 4-5 പ്രാവശ്യം ഇനി വലിച്ച് മുറുക്കി എല്ലാം അങ്ങോട്ട് സെറ്റാക്കി കൊണ്ടുവരണം. ഇത് നമ്മൾ ബോഡി തുറന്നിട്ടിട്ട് കയറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മേലേക്ക് വെയിറ്റ് വന്നപ്പോൾ ഇത് മലച്ചിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ ചെരിഞ്ഞിരിക്കുന്നത്. അതായത് ഡോറിൻ്റെ മറ്റേ ബാക്ക് ഡോറിൻ്റെ മറ്റേ കുറ്റിയിടാൻ പറ്റാത്ത പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അത് പിടിച്ച് കെട്ടി വെക്കണം. കാരണം ഈ സാധനത്തിലേക്ക് വെയിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഇവർ തുറന്നിട്ടിട്ട് കയറ്റിയില്ല. അപ്പോൾ മുകളിലേക്ക് ഇത്ര ഇങ്ങനെ കയറ്റേക്കാളും മുന്നേ തന്നെ നമ്മൾ ലോക്ക് ചെയ്യേണ്ടതായിരുന്നു. ഇത് അവർ കയറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടി ലോക്ക് ചെയ്തില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തള്ളി ഇങ്ങടാൻ നിന്നു. ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയറും കൊണ്ട് കെട്ടി വെക്കണം. ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഈ ലോക്ക് ഇതിനകത്തേക്ക് കയറണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക് ഇനി അടിച്ച് കയറ്റണമെങ്കിൽ കയറ്റാം. പക്ഷേ പിന്നെ അതിനും നല്ലത് ഇപ്പോൾ ഇതേപോലെ ഇത് കണ്ടു ഒരു 3 കെട്ട് കിട്ടിയതുണ്ടോ ഒരു അതേപോലെ ഫുള്ള് കെട്ടണതുകൊണ്ട് പിന്നെ പൂവില്ല. അപ്പോൾ പിന്നെ ഇനി അതിന് ഗുസ്തി പിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഡോർ ഇങ്ങോട്ട് വീഴുമെങ്കിൽ മാത്രം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയല്ല ഡോറുമ്മലേക്ക് വെയിറ്റ് ഒന്നും വന്നിട്ടുമില്ല. വലിച്ച് ലോക്ക് അത് കണ്ടോ, അവിടെ ഒരു ലോക്ക് കണ്ടോ അതാ കെട്ടിൻ്റെ. അതേപോലെ മറച്ചും തിരിച്ചിട്ടിട്ട് 3 പേര് വലിയ തന്നെയാണ് കേട്ടോ, വലിച്ച് ടൈറ്റ് തന്നെയാണ്. അപ്പോൾ അതെന്തായാലും നന്നായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മരം ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഒരു ഹമ്പൊക്കെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നിലത്ത് ചാടി പോകാൻ പാടില്ലല്ലോ. ഇവിടെ അത്യാവശ്യം വെയിൽ വെച്ചപ്പോൾ ചൂടുണ്ട് കേട്ടോ. എന്താ താമരശ്ശേരി ആണെങ്കിലും അത്യാവശ്യം ചൂടുണ്ട്. എന്നാലും നമ്മളുടെ നാട്ടിലത്ര ചൂട് ആയിട്ടില്ല. 1 മണി കഴിഞ്ഞ സമയം 1 മണി 1:05 ഇതേവരെ അങ്ങനെ ചൂട് ഉദിച്ചിരിക്കുന്നത്. മഴക്കാറുണ്ട്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചൂട് കുറവ്. അജീഷ് എന്നിട്ട് നോക്കാൻ ഇടാൻ പറ്റുമോ? ഇവിടുത്തെ കെട്ട് പൂട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഫുൾ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 1:35 നമ്മളിവിടുന്ന് നേരെ വണ്ടി എടുക്കാൻ പോകണം. ഇതിൻ്റെ ബില്ല് കിട്ടണം. അപ്പോൾ ബില്ല് മേടിക്കുക, നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ ദേ ഇവിടെയാണെങ്കിൽ കുറച്ച് തടി കഷ്ണങ്ങൾ വലിയതുണ്ട്, അത് മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹിന്ദിക്കാരെടുത്തൊന്ന് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ചേട്ടൻ ബില്ലിൻ്റെ സംഭവത്തിനായിട്ട് പോയിട്ടുണ്ട്. ബില്ല് കൊണ്ട് ഇപ്പോൾ വരും. ബില്ല് കിട്ടിയ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാം കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ഇല്ലൊരു കൂറ്റൻ ലോഡ് എന്ന് പറഞ്ഞൊരു കൂറ്റൻ ലോഡ് തന്നെയായിട്ടാ. ഈ തൂക്കുകാശില്ലേ പല സ്ഥലത്ത് പല പൈസയാണ് കേട്ടോ. അത് ഇവിടെ ഇരിക്കുന്നത് 3 വീല് 4 വീല് ഇങ്ങനെ 12 വീല്. നമ്മുടെ വണ്ടി തൂക്കം നോക്കാനായിട്ട് കാലി തൂക്കിയിട്ട് ലോഡ് തൂക്കണമെങ്കിൽ 330 രൂപ തന്നെയാണോ? ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ. ഈ പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലി തൂക്കണു MT 120 രൂപ, അങ്ങനെ 450 രൂപ 300. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 450 രൂപയാണ് നമ്മുടെ വണ്ടി. MT തൂക്കാൻ 150, മറ്റേന് 330. അങ്ങനെയാണ് കേട്ടോ പൈസ. ഇത് എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നത്. പക്ഷേ ചില സ്ഥലത്ത് നമ്മൾ 100, 150, 250 രൂപയ്ക്ക് മേടിക്കാറില്ല. 330 രൂപ ഒന്നും മേടിക്കാറില്ല. അത് 23 സംതിങ് ഉള്ളൂ. ഈ കണ്ട മുതലോട് കയറിയിട്ട് ആകെ അത്ര ഉള്ളൂ. പിന്നെ എന്താ ചെയ്യാം? വാ പോരെ. നമ്മൾ മെല്ലെ പോകണുള്ളൂ. അതേപോലെ തന്നെ ഉച്ചയായ കാരണം ഇന്ന് വലിയ വെയിലും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അത്ര വലിയ ചൂടില്ല, പുഴുക്കം മാത്രമേ ഉള്ളൂ. മെല്ലെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ഇനി ഈ പറഞ്ഞ പോലെ താമരശ്ശേരി സെൻറ്ററിലേക്ക് എത്തണം. അവിടുന്ന് നേരെ നമ്മൾ പോണ വഴി ഏതാ ചോദിച്ചാൽ പെരിന്തൽമണ്ണയിൽ നിന്ന് എടുത്തത് ഏതാ? പിന്നെ ഗോപാലപുരം, പൊള്ളാച്ചി, പിന്നെ ഉടുമ്പൽപേട്ട, മാടത്തിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ലോഡ് ഇറക്കുന്നത്. നാടൻ ചോറ് തന്നെയാണുള്ളത്. ഉച്ചഭക്ഷണം നാടൻ ചോറ് ഇതേ വീട്ടിൽ. അന്നത് ഇവിടെ ചെയ്യുക വേണോന്നോ? പിന്നെ നമ്മൾ വഴിയിൽ നിർത്താൻ നിൽക്കണ്ടല്ലോ. എന്തേ നിനക്ക് വേണ്ടേ? അതന്നെ. അപ്പോൾ ചോറ് കിട്ടിയിട്ടില്ല, 2 ദിവസമായിട്ട് ചോറ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമത്തിൽ ആദ്യം ചോറുണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്ക് യാത്ര തുടങ്ങാനാണ് നല്ലത്. കടയുടെ പേര് തന്നെ ഉച്ചഭക്ഷണം കൈരളി, അതാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇല്ലാണ്ടിരിക്കില്ല. ഉച്ചഭക്ഷണം നാടൻ ഊണ് അല്ലേ? നാടൻ. വേറെ ചേച്ചി വിലക്കം ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ കൃത്രിമ റോളുകളും രുചിക്കൂട്ടുകളും ഒന്നും തന്നെ ഇല്ല. ഇതൊന്നും പാടില്ല. മൊത്തത്തിൽ 2ാം നിലയുടെ താഴത്തേക്ക് വന്ന കാരണം വലിയ ചൂടില്ലാണ്ട് വന്നിരുന്ന് കഴിക്കാറായി അല്ലേ? അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ. മീൻ ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, ഇഞ്ചമ്പുളിയുണ്ട്, കിച്ചടി എന്നാണ്ടുണ്ട്. പിന്നെ അതേ ഒരു തോരനുണ്ട്, അത് മറ്റേ വാഴപ്പിണ്ടി. അപ്പോൾ എല്ലാം അടിപൊളിയാണെന്നുണ്ട് സെറ്റ് കണ്ടിട്ട്. പിന്നെ അതേ മോര് തന്നെ പേടം മോര് ഗ്ലാസ്സിൽ വെച്ച് കുടിക്കണം 2 ലിറ്റർ. ഫുഡ് കഴിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫുഡ് അല്ലേ? കുഴപ്പമില്ല, സൂപ്പറായിരുന്നു, അടിപൊളി ഫുഡ്. നാടൻ ഫുഡ്, നാടൻ ഫുഡ്. 60 രൂപയ്ക്ക് സൂപ്പർ കറികളും കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് പായസം അടക്കം വീണ്. അതെന്തായാലും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പാലക്കാട് വരെ എത്താം. പാലക്കാട് വരെ എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ നിർത്തി അങ്ങനെ പോവാം.
ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ട് 4 മണിയുടെ ചായ സമയം വരെ ഓടിക്കാൻ വെച്ചിട്ടാണ്. ഇപ്പം സമയം 2:20. അപ്പോൾ 3:20, 4:20. 4:20 ആകുമ്പോൾ നമ്മൾ എവിടെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തി ചായയൊക്കെ കൂടി. അപ്പോൾ 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് എന്തായാലും വണ്ടിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ അങ്ങനെ പോകുള്ളൂ. നമ്മുടെ വണ്ടി അങ്ങനെ ഫുൾ ലോഡ് കയറ്റിയിട്ട് തിരിച്ചങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ സ്ഥലപ്പേര് ഒരിക്കലും മറക്കില്ല കേട്ടോ. കേട്ടാ പിന്നെ കൂടത്തായി അങ്ങനെ ഒരു കൊലക്കേസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സ്ഥലം കേരളം മുഴുവൻ അറിയപ്പെട്ടു. അല്ലെങ്കിൽ കൂടത്തായി, ഈ സ്ഥലത്തിന്റെ പേര് കൂടത്തായിയാ. കൂടത്തായി കൊലക്കേസ് നീ കേട്ടിട്ടില്ലേ? അതൊരാളിനെ കൊന്നു. എന്റെ കറക്റ്റ് എനിക്ക് അറിയില്ല, ഞാനും കേട്ടത് മാത്രമേ ഉള്ളൂ. നീ ആരോടും പറയണ്ട. നമ്മൾ 2 പേര് ഈ കേസ് അറിഞ്ഞിട്ടുള്ളൂ. പുറത്തറിയാൻ അങ്ങനെ എന്തോ വലിയ ഫേമസ് ആയിട്ടുള്ള കൂടത്തായി അങ്ങനെ ഒരു വലിയ കേസിന്റെ സ്ഥലത്തിന്റെ പേര് മാത്രം. അങ്ങനെയാവില്ല, അതെനിക്ക് അറിയില്ല കേട്ടോ. ഞാനും അജീഷും കൂടിയിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ചർച്ചകളാണ് കൂടുതലും. കൂടെ കൊണ്ട് അടിച്ചു കൊന്നത് കൊണ്ടാണ് കൂടത്തായി. ആ സ്ഥലത്തിന്റെ പേര് കൂടത്തായി എന്നുള്ളത് ആ സ്ഥലത്താണ് ആ സംഭവം നടന്നത്. അതുകൊണ്ട് കൂടത്തായി എന്ന് വന്നതായിരിക്കും. അങ്ങനെയായിരിക്കും. റോങ് ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല, ഞങ്ങൾക്കും അറിയില്ല. അടുത്ത ഏറ്റവും വലിയ ടൗണിന്റെ പേര് ഓമശ്ശേരി. ഇതാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഓമശ്ശേരി. ഓമശ്ശേരി തന്നെയല്ലേ? ഓമശ്ശേരി ശരി തന്നെയാട്ടാ. അപ്പോൾ നമ്മൾ മെയിൻ സ്ഥലം ഏത് കഴിഞ്ഞാൽ താമരശ്ശേരി കഴിഞ്ഞാൽ ഈ വഴിക്ക് വരുമ്പോൾ ഓമശ്ശേരിയാണ്. മറ്റേതൊക്കെ കുഞ്ഞു സ്റ്റോപ്പാണ് കൂടത്തായി ഒക്കെ. ഇന്നലെ നമ്മൾ ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ പോയിട്ട് വലിയുടെ കാര്യം നോക്കിച്ചായിരുന്നു. അവർ എന്താ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എങ്ങനെ അജീഷ് വല്ലതും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട് അത് സംഭവം. ഒരു ചെറിയൊരു വ്യത്യാസം പോലെ തോന്നണു. ഇനി കറക്റ്റ് അറിയില്ല. ഇനി കുറച്ചുകൂടി നല്ല കയറ്റമുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴാണ് അറിയുള്ളൂ. ഇല്ലില്ല, വ്യത്യാസമൊന്നും ഇല്ല. കയറുമോ? അത് എനിക്ക് തോന്നണില്ല. കയറുകയാണെങ്കിൽ വലിയ കൂടിയെന്ന് ഉറപ്പിച്ചോ. എൻ്റെ വിശ്വാസം കയറില്ല എന്നുള്ളത്. അടുത്ത കീഴിലേക്ക് കയറേണ്ട വരും. വേണ്ടില്ലേ? ഇല്ല. ഓക്കെ, ഫസ്റ്റിലേക്ക് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ സാധാരണ അല്ലെങ്കിൽ കയറിയാലേ സാധാരണ ഗതിക്ക് ശരിയാ കയറണ്ട. അല്ലെങ്കിൽ ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് അടിക്കുമ്പോൾ ഇങ്ങനെ നിന്ന് കുണുങ്ങിയാനെ. ഈ ഭാരത് ബെൻസ് വണ്ടി ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചുട്ടപ്പോൾ ഈ ഒരു സംഭവം എല്ലാ ആൾക്കാരും പറഞ്ഞ സഡൻ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടാറ്റേനേക്കാളും ലൈലൻഡിനേക്കാളും ഒക്കെ ഭയങ്കര കുറവ് ഭാരത് ബെൻസിനാന്ന് പറയുന്നത്. ലൈനിൽ ഓടാൻ ബെസ്റ്റ് വണ്ടിയാണ്. പക്ഷെ കയറ്റിറക്കുള്ള സ്ഥലങ്ങളിലും വലിയ ഹൈ റേഞ്ചിലൊന്നും ഓടാൻ ഇവൻ യാതൊരു രക്ഷയില്ല, നല്ലതല്ല എന്നാണ്. അതെ, എത്ര കിലോമീറ്റർ ഓടിക്കാനും 500, 1000 ഓടിച്ചാലും ഒരു കുഴപ്പമില്ല. വണ്ടിക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ കയറ്റത്തോടെ 10 കിലോമീറ്റർ ഓടിച്ചിട്ടിട്ട് ഓടും. പാന്ത് എല്ലാ പഴഞ്ഞ വണ്ടികൾ വരെ ലൈലൻഡും ടാറ്റയും വെട്ടിച്ച് പോകും. ഇതാണെങ്കിൽ നീങ്ങൂല. ഈ ഏഷ്യറിന്റെ കഥയൊക്കെ എങ്ങനെയാണാവോ വലി? നീ ഏഷ്യർ കൊണ്ടുപോയതല്ലേ? കയറ്റത്ത് കൊണ്ടുപോയിട്ടില്ല അല്ലേ? കയറ്റത്ത് കൊണ്ടുപോയാലേ അറിയുള്ളൂ. നീ പുത്തമണ്ടിയല്ലേ ഓടിച്ച ഏഷ്യർ? 16 അത് ലൈനിൽ നല്ല വലിയ അല്ലേ? ലൈനിൽ കച്ചാൻ പറ്റും. കാലൂർക്ക് തന്നെ പോണം. 15 പോയാ? അതെല്ലേ? ഓഹോ, മൈലേജ് പറയും. എന്നാലും ഒരു ഓളത്തിന് അങ്ങനെ പോകണം. അരിപ്പിക്കാൻ പറ്റില്ല. ലൈലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എന്താ പറയാ 4ാമത്തെ ഗിയറിൽ 40 മൈൽ സ്പീഡിൽ ഇട്ടിട്ട് ഇങ്ങനെ തമിഴ്മാര് പോണ പോലെ പോയാലും മൈലേജ് അതെ, നല്ല മൈലേജ് 4, 5 ഒക്കെ അവർക്ക് ഇത്ര 10 വെച്ചാലും മൈലേജും കിട്ടും, ഒക്കെ കിട്ടും. ആ രീതിയിലാണ് അവരെ പോക്ക്, അങ്ങനെയാണ് അവരെ യാത്ര. പക്ഷെ നമ്മളിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60 മൈൽ ഉണ്ടെങ്കിൽ 60 മൈൽ സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അതന്നെ 60 ഉണ്ടെങ്കിൽ പറയാം 100 കിട്ടിയായിരുന്നെങ്കിൽ ഹൈവേയില് എന്ന് പറയും. അത് ശരിയാ. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ താമരശ്ശേരി ഭാഗത്തേക്ക് വന്ന ഈ പറഞ്ഞ പോലെ വിറകിനുള്ള ഓട്ടം നമുക്ക് പല സ്ഥലത്തേക്കും കിട്ടും കേട്ടോ. അത് എല്ലാ സ്ഥലത്തും വിറകുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ വിറക് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ പിന്നെ നമ്മളായിട്ട് ഇപ്പോൾ ആ ചോദിച്ച ചേട്ടൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അടുത്ത വണ്ടി കയറ്റുകയാണ്. പക്ഷെ അത് ചെറുവണ്ടിയാന്നാ പറഞ്ഞത്, വലിയ വണ്ടിയല്ല. തൂക്കം നോക്കണം അടുത്ത് പോവാ. അവിടെ വേറെ വണ്ടി കയറ്റുണ്ട്, ഒരു ഭാരത് ബെൻസ് ബ്ലാക്ക് അല്ലേ? പക്ഷെ അത് ഇത്ര ഹൈറ്റിൽ പോലും കയറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാ അത് ഇതാവുക, ലോഡാവുക? തീരെ ടണ്ണേജ് കുറവായിരിക്കും. പിന്നെ അത് 10 വീലല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കും അതുമായിരിക്കും ചിലപ്പോ. ശരിയാ, ലൈലൻഡ് കണ്ട ക്യാബിൻ ഹൈറ്റ് തോന്നൂല്ല, നമ്മളതിനേക്കാളും എന്തോരം മുകളിലായിരുന്നു അല്ലേ? ഇത് ഈ സ്ഥലത്തിന്റെ പേര് നീലേശ്വരാണോ?
നീലേശ്വരം, 2 നീലേശ്വരം ഉണ്ടോ? കാസർഗോഡ് ഒരു നീലേശ്വരം ഇല്ലേ? ആ അപ്പൊ ഇവിടെ നീലേശ്വരം അതെ. അപ്പൊ ഇത് നീലേശ്വരം തന്നെയാട്ടാ. ഇവിടുത്തെ പട്ടിക്കാട് എവിടെയാ? ആ ഇതേ ചുമപ്പ് ഭാരത് ബെൻസ് കിടക്കണു. ഇത് നമ്മൾ ഇന്നലെ കണ്ട വണ്ടിയാണോ? ലോഡും കൊണ്ട് വന്ന വണ്ടി? അതാവില്ല, അവനെ കണ്ടത് നമ്മൾ ഇന്നലെ രാത്രിയല്ലേ? അവൻ രാത്രിയെ പോയിട്ട് ആ വണ്ടി തന്നെയാണിത്. അതെനിക്ക് ഓർമ്മയില്ലടാ. ആ വണ്ടിയാണത് കണ്ടിട്ട്? ആണോ? ആ ആ ഈശോ, ഇത് തീർന്നില്ലല്ലോ ഈ വണ്ടി. വെട്ടിച്ചു പോകാൻ വന്ന വണ്ടിയേ. പക്ഷെ ഭാരത് ബെൻസ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഏറ്റവും അധികം വണ്ടി ഇറങ്ങണത് ഭാരത് ബെൻസ് തന്നെയാട്ടോ. അതും വേണ്ട പറയാ. ആ ഈ ഇത് കയറുന്നല്ലേ. പക്ഷെ ടിപ്പറിന് കുറെ ഗിയർ വേറെ ഉണ്ടാ. അതാണ് അതിന്. അതേപോലെ തന്നെ അതിന് സഡൻ പിക്കപ്പ് വേണ്ടല്ലോ. അതിന് കുന്നും മല അങ്ങനെ വലിച്ചാൽ പോരെ. അതാണ് ഈ ഭാരത് ബെൻസ് എല്ലാവരും ടിപ്പർ എടുക്കണതിന്റെ ടിപ്പർ ഇറങ്ങണതിന്റെ കാരണം. ഭാരത് ബെൻസ് അതാ ഞാൻ പറഞ്ഞേ. അത് വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള വലി പോലെ അല്ലല്ലോ അവർക്കുള്ള വലി. അവർക്ക് മറ്റേ എക്സ്ട്രാ ഗിയർ ഒക്കെ ഇല്ലേ? കുറെ 2 സ്റ്റെപ്പ് ഗിയർ അല്ലേ? അതെ, അങ്ങനെയുള്ള വലിക്ക് കുഴപ്പമുണ്ടാവില്ലാന്ന്. അതാണ് ഗുണം. ഇപ്പൊ ഞങ്ങൾക്ക് മസ്തയും ഏഷ്യർ ഉള്ള സമയത്ത് അവിടെ എല്ലാ സ്ഥലത്തേക്കും ഏഷ്യർ, ഏത് എന്താ പറയാ മരത്തെ കയറാൻ പറഞ്ഞാലും ഏഷ്യർ കയറും ലോഡും വണ്ടി. പക്ഷെ മസ്ത നിന്ന് ചളങ്ങുള്ളൂ. മസ്ത കയറില്ല ചക്കം ചെയ്താ. അത് മസ്തയുടെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ എടുത്തത് മസ്തയുടെ തന്നെ സാമ്രാട്ടാണ്. സാമ്രാട്ട് എന്ന് പറഞ്ഞ വണ്ടി ഏഷ്യറിനായിട്ടും വലിയ കൂടുതലാണ്. അപ്പൊ അതാണ് വ്യത്യാസം. ഓരോ വണ്ടിക്ക് ഓരോ ഇത് പറഞ്ഞ കമ്പനി വ്യത്യാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഓരോ മോഡൽ വണ്ടി വരുമ്പോൾ ജാതി വലിയാവും. ഇപ്പൊ സാമ്രാട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല വലിയുള്ള വണ്ടിയാണ്. ഏഷ്യറിനേക്കാളും വലിയ. ആ ഇതല്ലേ ഭാരത് ബെൻസ് അല്ലേ? അതിന് മുന്നേ ഗിയർ മാറ്റി അങ്ങനെ പോകാനുള്ള സാഹചര്യം വേണ്ട. ഇപ്പൊ ഒരു വണ്ടി മുന്നിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? അതാണ്. അജീഷ് പുതിയ ഫോൺ എടുത്തു, വിവോ V30. ഗൂഗിളിൽ ഇപ്പൊ നടന്നു പോണ സ്ഥലം മാത്രമേ കാണിക്കണുള്ളൂ. അജീഷ് എവിടേക്ക് മേപ്പിട്ടാലും ആള് നടക്കണുള്ളൂ, വണ്ടി പോണ സാധനം കാണിക്കണില്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് ശരിയാക്കി കൊടുക്കാനും പറഞ്ഞത്. ഞാൻ മാക്സിമം പറഞ്ഞു നോക്കാം കേട്ടോ. ശരിയായില്ലെങ്കിൽ എന്നോടൊന്നും പറയരുത്. ഫോണിനോട് നടന്നല്ല എനിക്ക് വണ്ടി കാണിച്ചതെന്ന് പറഞ്ഞു നോക്കാം. ലോറി കൊണ്ടാന്ന് പറയാ. നോക്കട്ടെ, എന്റെ പേരിൽ വെച്ചിട്ട് കാര്യമില്ല, നിന്റെ പേരിൽ വെക്കണ്ടേ? ആരും കേട്ടിട്ടില്ല നീ പറഞ്ഞത്. പിന്നെ അതായത് കുഴപ്പമില്ല. ഇന്ന് നന്നായിട്ടല്ല, ഇന്ന് ശരിക്കും പറഞ്ഞ വെയിലെന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. തീരെ വെയിലില്ല, മഴക്കാറാണ് മൊത്തം ഈ ഭാഗത്ത്. അപ്പൊ അത് കാരണം വലിയ ചൂടും കാര്യങ്ങളും ഇല്ലാത്ത കാരണം വെയില് പെട്ടെന്ന് ചൂടാവില്ല എന്ന് വിചാരിക്കാം. അല്ല അജീഷ? ചൂടില്ല, തീരെ ഇല്ല. നിങ്ങളുടെ നാട്ടില് വെയിലായിരിക്കും, പാലക്കാട്ടിൽ അപ്പടി ചൂടാ. തൃശ്ശൂര് ചൂട് തന്നെയാ, ഇവിടെ കുറവാ പൊതുവെ. ഈ സ്ഥലത്തിന്റെ പേര് മുക്കത്തെ പെണ്ണെ അങ്ങനെ ഒരു പത്തുണ്ടോ? മഞ്ചേരി 29, മലപ്പുറം 40, പെരിന്തൽമണ്ണ 53, നിലമ്പൂര് 38. നല്ല വഴി ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ സ്പീഡ് ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. നിലമ്പൂര് 31, എടവണ്ണ 18, മഞ്ചേരി 23, കൊണ്ടോട്ടി 23. അപ്പൊ ഇവിടെ അടുത്തല്ലേ എയർപോർട്ട്? അറിയോ നമുക്ക്? കോഴിക്കോട് എയർപോർട്ട് ഈ ഭാഗത്ത് എങ്ങോട്ടാണ്? ഏതാ വഴി എന്നുള്ളത് അറിയില്ല കേട്ടോ. എവിടെന്നാ തിരിയണ്ടെന്നുള്ളത് അറിയില്ല. നേരത്തെ അങ്ങ് അകലെ നമ്മളൊരു ബോർഡ് കണ്ടായിരുന്നു, എയർപോർട്ട് റോഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ അരീക്കോട്. അരീക്കോട് ഭയങ്കര ഇടുങ്ങിയ സ്ഥലമാണല്ലോ അല്ലെ? മെയിൻ റോഡിന്റെ സൈഡിൽ ഫുള്ള് കടകളും കാര്യങ്ങളായിട്ട് ഭയങ്കര ഒരു ചെറിയ വീതി കൂട്ടാനില്ല. അതുകൊണ്ട് തന്നെ ചെറിയ റോഡാണ്. ഇപ്പൊ ട്രാഫിക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാലേ നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. വിമാനത്താവളം 21 കിലോമീറ്റർ. അപ്പൊ ഇവിടെ നിന്നാണ് തിരിയേണ്ടത്. അപ്പൊ നമുക്ക് വിമാനത്താവളത്തിലേക്ക് വേണ്ട, പുത്തലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിയേണ്ടത്. വേണ്ട. തൃശ്ശൂര് പറ്റൊരു നേരെ കോഴിക്കോട് നിന്ന് വരാം. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇങ്ങടാണ് എയർപോർട്ട് റോഡ്. നമുക്ക് എയർപോർട്ടിൽ വരണ്ട, നമുക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയാൽ മതി, അല്ലെങ്കിൽ എറണാകുളം എയർപോർട്ടിൽ പോയാൽ മതി. ഇങ്ങനെ വല്ല ആവശ്യമില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റേ വഴിക്ക് വരിക, കോഴിക്കോട് വഴിക്ക് വരിക. കോഴിക്കോട് എത്രക്കാലം മുന്നേ അങ്ങോട്ട് തിരിയുക. കാവന്നൂരിലാണ് ഈ സ്ഥലത്തിന്റെ പേരിട്ടോ. മാപ്പിൽ ശരിയാക്കുന്നുണ്ട് കേട്ടോ. ആ ഇനിയിപ്പോ ആള് നടന്നു പോണതല്ല, ചേച്ചി കറക്റ്റ് ആയിട്ട് വിവരം പറഞ്ഞു തരില്ലേ? ഇപ്പൊ നിന്റെ ഫോണിൽ ഇട്ട കാരണമാണ് ഇപ്പൊ നമ്മള് നിലമ്പൂര് വഴിക്ക് കയറി പോകണ്ട വന്നേ. വേറെ ആളാന്നല്ലേ? പറഞ്ഞിട്ടുണ്ട്. ആളിന്റെ പട്ടം മാറ്റി വണ്ടിയിലാക്കി. പിന്നെ ട്രെയിനിന്റെ ഉണ്ട്, നടക്കലുണ്ട്. അപ്പൊ നിനക്ക് വലിയ തന്നെ ആക്കി തന്നിട്ടുണ്ട്.
നമ്മൾ ഗ്രീസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളായിട്ട് തപ്പണം. ഒരു സ്ഥലത്ത് ഗ്രീസ് അടിക്കണത്, എയറിൽ ഗ്രീസ് അടിക്കണതില്ല. ഇപ്പോൾ അത് അവിടെ ഇരിക്കുന്ന ചേട്ടൻ കണ്ട ആള് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. ഇതായിരിക്കുന്ന ചേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഗ്രീസ് ഞാൻ അടിച്ചു തരാൻ പോകുന്നത് എല്ലായിടത്തും കയറാണ്ട് കാര്യമില്ലോ എന്ന് കണ്ട അവിടെ ഇരിക്കുന്ന ചേട്ടൻ. പക്ഷെ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വേറെ വാരി തേച്ചിട്ട് കാര്യമില്ല, നല്ല ഭംഗിയായിട്ട് ഉള്ളിലേക്ക് കയറുന്ന സംഭവം വേണം. അപ്പോൾ അതുകൊണ്ട് വഴിയിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നോക്കി പോവാം. അവിടെ വഴിക്ക് 2-3 ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കി പോവാം. നമ്മളിപ്പോൾ മഞ്ചേരി ടൗണിൻ്റെ ഉള്ളിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ മഞ്ചേരി ടൗണിൻ്റെ ഉള്ളിൽ സിഗ്നൽ ലൈറ്റിൻ്റെ അവിടെ നിർത്തി. ഇപ്പോൾ ഈ തൊട്ട് മുന്നിലത്തെ സിഗ്നൽ ലൈറ്റിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ പോലീസുകാരൻ വന്നിട്ട് നമ്മളുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ആളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇറക്കി എന്താണെന്നുള്ളതൊന്നും ചോദിച്ചൊന്നുമില്ല സംഭവം. പിന്നെ ഇനിയിപ്പോൾ വല്ല ഫൈൻ എഴുതാനാണോ, മുകളിലേക്ക് ഇപ്പോൾ മരവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് വല്ല ഫൈൻ എഴുതാനാണോ, പെറ്റി കേസ് അടിക്കാനാണോ എന്നുള്ളത് അറിയില്ല. ആളൊന്നും മിണ്ടിയില്ല. ആളൊന്നും നമ്മളോടൊന്നും പറയുകയൊന്നും ചെയ്തില്ല. ആളൊന്ന് ഫോട്ടോ എടുത്ത് പോയി, അത്രമാത്രം. സിഗ്നലിൽ നിർത്തിയിട്ടപ്പോഴാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഈ നിലയ്ക്ക് നമ്മൾ 10 കൂടുതലും ഒന്നുമില്ല. ഇനി വരുമ്പോഴേ അറിയുള്ളൂ നമ്മൾ എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ വാദിക്കാൻ പോകേണ്ട വരും. എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ വരുമ്പോൾ അറിയാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്കിളിൻ്റെ വണ്ടിക്ക് ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഹൈറ്റ് ലോഡ് കണ്ടിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് ഫൈൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൂത്തി കയറി പോന്നെയാ മഞ്ചേരി ടൗൺ. ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ചേരി ടൗൺ ടച്ച് ചെയ്യാണ്ട് നമ്മൾ പോകുന്ന പെരിന്തൽമണ്ണയ്ക്ക് വല്ല ബൈപ്പാസ് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ, ഏറ്റവും നല്ലത്. അതിന് ബൈപ്പാസ് റോഡ് ഇല്ലാന്ന് കൊണ്ടല്ലേ ഈ വഴിക്ക് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറി വരണം. അതാവും പ്രശ്നം. ടൈമിംഗ് ഒന്നുമില്ല, വണ്ടി ഓടാൻ പാടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അറിയോ അതിനെപ്പറ്റി? വണ്ടികൾ വരുന്നുണ്ടല്ലേ. അപ്പൊ പിന്നെ പിന്നെ എന്താണ് ഇപ്പൊ ഈ ഒരു ഫോട്ടോ എടുത്തതിന്റെ കാരണം എന്താന്നുള്ളത് ഞാൻ എനിക്ക് മനസ്സിലാവാത്തത്. അജീഷ് പറഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ നമ്മുടെ വീഡിയോ കാണുന്ന ആളാന്ന് തോന്നുന്നുണ്ടെന്ന്. നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്താന്ന് അജീഷ് പറയണേ, അല്ലാണ്ട് ഇത് ചാർജിന് വേണ്ടിയിട്ടാവില്ല എന്ന് അല്ലേ. അപ്പൊ അത് ഇപ്പൊ എനിക്കൊരു സമാധാനമായി. മറ്റേ ഞാൻ ഇത്ര നേരം ചാർജ് വീട്ടിലേക്ക് വരും വിചാരിച്ചിരിക്കായിരുന്നു ബാക്കി. അപ്പൊ ഇനി പോലീസുകാർ ഫോട്ടോ എടുത്താലും പേടിക്കാൻ നിൽക്കണ്ട നമുക്ക് അല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കി. ആരാധകരാന്ന് പറഞ്ഞാൽ മതി. പോലീസുകാരനായ ആരാധകൻ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിക്കണതാന്ന്. എത്ര രൂപ വരികയാണോ, എന്തിനാണോ വരിക? അതിന്റെ ഇടയ്ക്കാണ് ആരാധകൻ ഫോട്ടോ എടുത്താ പോകുന്നത്. പോലീസുകാരനെ നല്ല ആരാധകനാവും. ഇതാണ് മങ്കട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് കുന്നിന്റെ മുകളിലുള്ള ടൗൺ ഏതാന്ന് വെച്ചാൽ മങ്കടയാണ്. നമ്മൾ ഗ്രീസ് അടിക്കുന്ന സ്ഥലം ഇവിടെ എത്തിയിട്ടും ഇതേവരെ ഒന്നും കണ്ടിട്ടില്ല. കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി, പക്ഷെ ഒരു സ്ഥലത്തും ഗ്യാസിൽ വെച്ചിട്ട്, ഗ്യാസിലല്ല എയർ കൊടുത്തിട്ട് അടിക്കാൻ ഒറ്റ സ്ഥലമില്ല. ഗ്യാസിൽ അടിക്കണില്ല. തെറ്റിപ്പോയതാ ജീഷ, എനിക്ക് ഇരിക്കണ്ട. ചായ കുടിക്കേണ്ട സമയമായി, അതിക്രമിച്ചു കഴിഞ്ഞോളൂ. നിർത്തിയാലും കുടിക്കാൻ പറ്റുള്ളൂ. നല്ല ചായ ആയിക്കോട്ടെ. അവിടുന്ന് വണ്ടി എടുത്തിട്ട് 2.5 മണിക്കൂറായിട്ട് നമ്മൾ വേറെ എവിടെയും നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ ചെറിയ ചായക്കട കാണുന്നതുകൊണ്ട് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇത്ര നേരം ഓടി വന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയതിന് ശേഷം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കാണ്. ഇപ്പോൾ ഈ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കട്ടെ. ബിസ്ക്കറ്റ് എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിസ്ക്കറ്റ് എടുത്തിങ്ങോട്ട് പോകുന്നു. ചായക്കടയിൽ പോയി കഴിഞ്ഞപ്പോൾ ചായ മാത്രം മേടിച്ചാൽ മതിയില്ല. വണ്ടി വന്നപ്പോൾ ഇല്ലേ ഈ ടയർ ഇതേപോലെ പൊട്ടിയിട്ട് ഇങ്ങനെ നിന്നതുകൊണ്ട് നമ്മൾ ഇതെടുത്ത് സ്റ്റെപ്പിനാക്കി വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ടയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വന്നപ്പോൾ നമുക്ക് ഇത് തന്നെ എന്താ പറയുക ഇടേണ്ട വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോകണുള്ളൂ. കാരണം ടയറൊക്കെയാണ് ഇപ്പം ചൂടായിട്ടല്ല, എന്നാലും ഒരു റെസ്റ്റ് എടുത്താൽ പിന്നെ കുഴപ്പമില്ല. കുറച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പോവാം. ചേട്ടാ ചായ ഇല്ലേ? 2 അടിപൊളി ചായ, കുറയ്ക്കണ്ട. ചേട്ടൻ്റെ ചായയും അതുപോലെ തന്നെ ഉള്ളിവട, നല്ല മനോഹരമായ ഉള്ളിവട, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് കഴിച്ചു. അജീഷ് അവിടെ റെസ്റ്റ് എടുക്കാൻ, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടേ പോകണുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂടാറി ഒന്ന് തണുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാനും ഒന്ന് വണ്ടിയുടെ ഉള്ളിൽ പോയി കിടന്നുറങ്ങ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പെരിന്തൽമണ്ണ ടൗണിലെത്തിയിട്ടാണ്. അപ്പോൾ അജീഷിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ നേരെ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അജീഷ് അവിടെ നിന്ന് ഇവിടം വരെ ഓടിച്ചു, 2 മണിക്കൂർ ഓടിച്ചു. അപ്പോൾ അജീഷിന് കുറച്ച് നേരം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞത് അവൻ ആകെ ക്ഷീണിതനായിരുന്നു. പെരിന്തൽമണ്ണ ടൗണിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കിടന്നു പോയപ്പോൾ എന്ത് സുഖമായിരുന്നു എന്നറിയോ. ഒറ്റ വണ്ടികളോ ട്രാഫിക് ബ്ലോക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എത്ര സിഗ്നലുകൾ നമ്മൾ ചവിട്ടേണ്ടി വന്നു.
അതാണ്. അപ്പൊ രാത്രി വന്നു കഴിഞ്ഞാൽ അങ്ങനെ കൊറേ ഉപകാരങ്ങളുണ്ട്. രാത്രി ആ റോഡിൽ ഓടിയെന്നാ പറഞ്ഞായിരുന്നു. ഏത് താമരശ്ശേരി റോഡിൽ ഇല്ല, എന്ത് സുഖമായിട്ട് പോയി. അതെ, എല്ലാ ടൗണിലും നിറച്ചും വണ്ടികളായിട്ട് നമ്മൾ ചവിട്ടി പോകുമ്പോൾ താമരശ്ശേരി എത്തിയെന്ന് പറഞ്ഞില്ല. ഇല്ല, എത്ര പെട്ടെന്ന് എത്തിയപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് താമരശ്ശേരി എത്തി. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ ഇപ്പൊ 2 മണിക്കൂറായിട്ടും സിഗ്നലിന്റെ വരി കിടക്കണു. സിഗ്നലിന്റെ വരി എവിടെന്നാ വണ്ടി കിടക്കണേന്ന് നോക്കി ഒരു രക്ഷയില്ല. അപ്പൊ ഇനിയിപ്പോ എല്ലാം സിഗ്നലിൽ എടുത്ത് ഇങ്ങനെ അരിച്ച് പറക്കി മെല്ലെ പോവാം. മണ്ണാർക്കാട് ടൗണിൽ എത്തിയിട്ടോ. മണ്ണാർക്കാട് ടൗണിൽ എത്തി. ഇപ്പോഴത്തെ വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചിട്ട് നീങ്ങണില്ല. നമ്മുടെ നാട്ടിലെ ട്രാഫിക്കും കൂടി ആവുമ്പോ ഇല്ല, എല്ലാ ടൗണിന്റെ ഉള്ളിൽ കൂടെയും കിടന്നിട്ടല്ലേ വരുന്നത്, അല്ലാണ്ട് ഹൈവേ ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, വണ്ടി ഓടിച്ചിട്ട് എത്തണില്ല. ഇപ്പൊ 60 കിലോമീറ്റർ പോവാൻ 3 മണിക്കൂറൊക്കെയാണ് നമ്മളുടെ സാധാരണ കണക്ക്. ഈ വലിയ വണ്ടിയൊക്കെ ആവുമ്പോ, ചെറിയ വണ്ടി ആവുമ്പോ ആകെ നിസ്സാര സമയം മതി. പക്ഷെ ഇത് ട്രാഫിക് ബ്ലോക്കിൽ വന്ന് അല്ലെങ്കിൽ വേറെ ഒരു മുന്നിൽ വന്ന് ചവിട്ടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പില്ലേ ഒരു രക്ഷ ഉണ്ടാവില്ല. അടുത്ത സ്ഥലം പാലക്കാടല്ലേ ജീഷ? കല്ലടിക്കോട്. ഇനി ഒരു ഹസ്ബൻഡ് ഇല്ലേ ഇനി? പിന്നെ എല്ലാ ടൗണിൽ വരുമ്പോഴും നല്ല ബ്ലോക്ക് തരും എല്ലാ ആൾക്കാരും കൂടിയിട്ട്. അവിടുന്ന് ഇപ്പൊ നമ്മളൊരു 40-50 കൂടുതൽ പോന്നിട്ടില്ല. 50 തന്നെ മുട്ടിയിട്ടില്ല അല്ലേ ജീഷ? ഞാൻ അവിടുന്ന് കയറി ഇരുന്നിട്ട് 50 താഴെയല്ലേ വന്നിട്ടുള്ളൂ. എന്ത് അത് നോക്കിയിട്ട് കാര്യമില്ല. പെടച്ചിട്ടുള്ള ടയറും ഇതൊക്കെ പൊള്ളി പോണേക്കാളും നല്ലതല്ലേ നല്ല പോയിട്ട് മറ്റന്നിറക്കിയാൽ മതി, കുഴപ്പമില്ല. ഒരു ദിവസം വൈകിയാലും ഇല്ലേ ടയർ മാറ്റേണ്ട കാര്യമല്ലേ ചോദിക്കും നീ. ഇതിപ്പോ ചൂടും കാര്യങ്ങളൊന്നും ആവില്ല. മെല്ലെ ഇങ്ങനെ അടിപ്പാടി മറ്റേ പാട്ടൊക്കെ വെച്ച് ഇപ്പൊ നമ്മൾ ഇത്ര മെല്ലെ തന്നെ പോണുള്ളൂ. എന്നിട്ട് നോക്കി നമ്മുടെ മുന്നിലത്തെ അവനും ഇതേ സ്പീഡിൽ തന്നെയല്ലേ പോണുള്ളൂ. അവന് നമ്മൾ എത്ര നേരമായിട്ട് കാണുന്ന അല്ല, വണ്ടി ഉണ്ടെങ്കിലും അവനും പക്ഷെ നമ്മള് അങ്ങോട്ട് പോയപ്പോ മഞ്ചാറാവുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. എന്താ സംഭവം എന്നറിയോ? പെട കൂടിയിട്ട് ടയർ ചൂടായത്. അത് തന്നെ നമ്മൾ എവിടെയും മണ്ണാർക്കാട് നല്ല പടം അല്ല, ഞാൻ പെടച്ചു, ഞാൻ ഇല്ലാന്ന് പറയണില്ലല്ലോ. ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ടയർ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ചൂടായിട്ട് പഴുക്കും അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചില്ല. നീ മെല്ലെ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പിന്നെ അവിടെ നോക്കിയപ്പോ ഒറ്റ വണ്ടിയില്ല. ഇത് മുഴുവൻ നമ്മൾ പകല് പാസ് ചെയ്ത് പോയപ്പോ എന്ത് സിമ്പിളായിട്ട് ഓടിച്ചെത്തിയ റൂട്ടാ. പകൽ അങ്ങോട്ട് പോയപ്പോ 5 മണിക്കൂർ കൊണ്ട് എത്തിയത് ഇങ്ങോട്ട് വരുമ്പോ 10 മണിക്കൂറായി. അല്ല, രാത്രി അങ്ങോട്ട് 5 മണിക്കൂറോ 6 മണിക്കൂർ കൊണ്ട് എത്തിയത് ഇപ്പൊ 10-11 മണിക്കൂറായി. നമ്മൾ എത്ര മണിക്ക് പോകുന്ന വണ്ടിയാ? ഇപ്പോഴും പാലക്കാട് എത്ര ഉള്ളൂ. ഈ റോഡ് അതന്നെ, ഈ റോഡിൽ നിന്ന് നമ്മള് ഇവിടെ താമരശ്ശേരി എത്തിയ സമയമായി. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ അത് നോക്കിയിട്ട് കാര്യമില്ല. ചില സമയത്ത് അങ്ങനെയുള്ള പണികൾ കിട്ടും. ഇനി ഇതല്ലാണ്ട് വേറെ വഴിയില്ല. സന, അതേ അടുത്ത സന കുറെ എണ്ണത്തിന് കണ്ടു. സന കോഴിക്കോട് പാലക്കാട് സനയുടെ കളിയല്ലേ? സന ഇതിഹാസ് പഴയ കാലത്ത് നമ്മുടെ അവിടെ തൃശ്ശൂര് പാലക്കാട് ഇതൊക്കെ പഴയ മൈലുവാഹനത്തിന്റെ ഒക്കെ പെർമിറ്റ് ആണ്. പഴയ കാലത്ത് നമ്മുടെ NTP KK മേനോൻ പറയുന്ന പോലെ ഇവിടെ മൈൽവാഹനം, ഇതൊക്കെ മൈലുവാഹനത്തിന്റെ പെർമിറ്റ് ആണ്. ഇതൊക്കെ ഇതിന് പുതിയ വണ്ടികളായാലേ നമുക്ക് ഏതാണെന്നുള്ളത് മനസ്സിലാവാണ്ടായില്ലോ. മൈലുവാഹനത്തിന്റെ മെയിൻ ഏരിയ ഇതായിരുന്നോ? KK മേനോൻ പറയുന്ന പോലെ മൈലുവാഹനത്തിന്റെ മെയിൻ ഏരിയയിലെ കോഴിക്കോട് പാലക്കാട് ഈ വഴി അല്ലേ? അല്ല, തൃശ്ശൂർ പാലക്കാട് ഇപ്പൊ ഒറ്റ വണ്ടിയിലല്ലോ KK മേനോനൊക്കെ. KK മേനോന്റെ പെർമിറ്റ് ഒക്കെ കൊടുത്തു. വണ്ടികളുണ്ട്, വേറെ വണ്ടികൾ ഓടുന്നത് മാത്രം. എന്റെ ചെറുപ്പത്തിലൊക്കെ എന്ത് പേരെടുത്ത കമ്പനി KK മേനോൻ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ NTP കൊല്ലം മുതുപടിക്ക് തൃശ്ശൂര് പൊള്ളാച്ചി ഇൻഡസ്ട്രിയിൽ പെർമിറ്റ് എന്തോരം വണ്ടികളുണ്ടായിരുന്നു. ഒരു വണ്ടി പോലും ഇല്ലാന്ന് പറയുമ്പോഴേ ഫീൽഡൊക്കെ നശിച്ചാ പോയി എന്നുള്ളതാണ്. അതിന്റെ പെർമിറ്റിലൊക്കെ വണ്ടികൾ പെർമിറ്റിലോടി ഞാൻ പറഞ്ഞ ആ കമ്പനി നിർത്തി പോയില്ലടാ. കമ്പനി ഈ 10, 100, 150 ബസ് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പരിപാടി അവസാനിപ്പിച്ച് പോയെന്ന് പറയുമ്പോ ആ ഫീൽഡ് എത്ര നഷ്ടത്തിലായി. പണിക്കാരുടെ എന്തോ ക്ഷേമത്തിന്റെ പ്രശ്നം കൊണ്ട് അവര് നിർത്തിയത്. വണ്ടി ആള് പൊട്ടിപ്പോയിട്ട് ആള് ഷെഡിൽ കയറ്റിട്ട് വണ്ടി നശിച്ചു പോയത് ആണല്ലേ? അല്ലാണ്ട് മേലെ പൊട്ടിപ്പോയൊന്നുമല്ല. പണിക്കാരെന്തോ പണിക്കാരല്ല, അത് എനിക്ക് തോന്നുന്നേ കൂടുതലും ഓണത്തിന്റെ ബോണസിന് എന്തോ പ്രശ്നം വന്നിട്ട് അങ്ങനെ മേനോ കയറ്റി. പിന്നെ അത് തന്നെയാടാ പോലീസുകാരായിട്ട് എന്തോ തൃശ്ശൂരൊക്കെ പോലീസുകാരൊക്കെ ആയിട്ട് KK മേനോൻ വെല്ലു വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് വാ, ലെഫ്റ്റ് വന്നു. ഓട്ടോക്കാരൻ ഇതിലേ വരുമ്പോ ഇങ്ങോട്ട് വാ. ഇല്ലല്ല, കാറുകാരനൊക്കെ പോയി പാട്ട് ഓടിച്ചോ. അതൊക്കെ ഇല്ല സ്ഥലമുണ്ട്.
എന്താ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാത്രം നോക്കിയാൽ പോരാ, എല്ലാ സൈഡിൽ നിന്നുള്ള വണ്ടികളും നോക്കേണ്ട ഗതികേടാ ഇവിടെ വരുമ്പോഴേ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോവാം. അപ്പൊ ഈ മണ്ണാർക്കാട് വരുമ്പോ ഈ ഒരു എക്സ്പെൻറ്റും ഇനി വരണ്ടില്ല എക്സ്പെൻറ്റ് ഇത് തന്നെ അല്ലേ? രണ്ട് നല്ല കുത്തനെയുള്ള കയറ്റം കയറാണ്ട് കേട്ടാ. ഇങ്ങനെ കയറി വന്നപ്പോ പറഞ്ഞില്ലേ, പക്ഷെ നല്ല രസാ. സിറ്റി മുഴുവൻ മോളിൽ നോക്കിയാൽ കാണാം. അതേപോലെ രണ്ട് എക്സ്പെൻറ്റ് കയറിപ്പോഴേക്കും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന വണ്ടിക്കാരൻ ഇവിടെ നിരങ്ങാടാ, നമ്മൾ കാര്യം കൊടുക്കുകയാണെങ്കിൽ വെട്ടിച്ച് പോകാനെ. അത് നമ്മളെക്കാളും സ്പീഡ് കുറഞ്ഞ ആളാ. ലോഡുണ്ടാവും 12 അവന് ഈ സൈഡ് പിടിച്ചാണ്ട് പോയാൽ മതി. അവനോട് വീട്ടിൽ നിന്ന് 8 മണിക്ക് ശേഷം വീട്ടിൽ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെല്ലെ പോണതാ, വേറെ പ്രശ്നമൊന്നുമല്ല. അവനിവിടെ പച്ചക്കറി മേടിക്കാനും അതുപോലെ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഒതുക്കാൻ വേണ്ടിട്ടായിരുന്നു. നീ പറഞ്ഞ കളിയല്ല, മനസ്സിലായ? വേഗം പോകാൻ പറഞ്ഞ അവനെങ്ങനെയാ പോണേ? പച്ചക്കറി മേടിക്കാണ്ട് വീട്ടിൽ പോയി അതിന് വേറെ ചീത്ത വെക്കേണ്ടി വരും. ചമ്മന്തി അരച്ച് ചോറ് വരും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ ശേഷം 40 കിലോമീറ്റർ ആണ് പാലക്കാട്ടേക്ക് ഉള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ പാലക്കാട് ഇറങ്ങുകയാണ്. പാലക്കാട് ഇറങ്ങിയിട്ട് നേരെ തൃശ്ശൂർക്ക് വീട്ടിലേക്ക് പോവാണ്. അജീഷിന്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് നേരെ പോണത് എവിടെയായിരുന്നു സ്ഥലം? മടത്തിക്കുളത്തേക്ക് പോവാണ്. അപ്പൊ എന്താ ഞാൻ അങ്ങനെ പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആഴ്ച ഒരു ടൂർ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരനും അവന്റെ ഫാമിലി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അവന്റെ വണ്ടിയിലും നമ്മൾ നമ്മുടെ വണ്ടിയിലുമാണ് പോണത്. അപ്പൊ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച നമുക്ക് ടൂർ പോകാം. അപ്പൊ അതിനുള്ള ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാളെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവട്ടൊപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ലോഡ് എവിടേക്കാണ് കിട്ടണതെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. വന്നു കഴിയുമ്പോൾ ഇനി തിരിച്ച് അവിടെ പോയിട്ട് തട്ടിയിട്ട് ഇങ്ങോട്ട് വരാന്ന് വെച്ചാൽ നേരം പോയി. അപ്പൊ പാലക്കാടാണെങ്കിൽ തൃശ്ശൂർക്ക് ഒരു 60 കിലോമീറ്റർ നമുക്കൊരു ട്രാൻസ്പോർട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴേന്ന് പറഞ്ഞ് വീട്ടിൽ പ്രൈവറ്റ് വണ്ടി സമയം കഴിയില്ല ചെല്ലുമ്പോഴേ. ഒന്നും കുഴപ്പമില്ല. എന്നാലും പ്രൈവറ്റ് വണ്ടി എനിക്ക് ഇഷ്ടമല്ല. പ്രൈവറ്റ് വണ്ടി എല്ലാ സ്റ്റോപ്പിലും നിർത്തി അലക്കാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ മാറിയിരിക്കും, ഞാൻ ഓടിക്കാന്ന് പറയേണ്ട ഒരു അവിടെ നിന്ന് അങ്ങോട്ട്. അങ്ങനെ അവര് തൃശ്ശൂർ കൂടിയിട്ടില്ലേ? ഇവര് ഡീസൽ അടിപ്പിച്ചിട്ട് കൊല്ലാനുള്ള പരിപാടിയാണ്. എത്ര രൂപയുടെ 3500 രൂപയുടെ ഡീസൽ വ്യത്യാസം കാണിക്കും മിനിമം അതിലെ കയറി ഇറങ്ങി പോകുമ്പോ. എന്തിന് എനിക്ക് 60 രൂപ ഉണ്ടെങ്കിൽ പാലക്കാട് നിന്ന് തൃശ്ശൂർ എത്താം. ഓടാ അതന്നെ, ബാക്കിയുള്ള ടോളും അതിന്റെ ആവശ്യമില്ല. ഞാൻ ബെൻസ് കാർ വിളിച്ച് പോയെന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് അതിന്റെ ആവശ്യമില്ല. ജീഷ് ഇത് മതി, ഇതിപ്പോ ഹാപ്പിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ പാലക്കാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തായിട്ടാണോ നമ്മൾ പോവാ? അങ്ങനെ കയറണല്ലേ, അത് കുഴപ്പമില്ല. ബൈപ്പാസ് കയറി തിരിഞ്ഞു പോകും. അപ്പൊ ഞാൻ അവിടുന്ന് ഒലോക്കോട് ഇറങ്ങിയാൽ മതി. അപ്പൊ ഒലോക്കോട് ഇറങ്ങി ചേട്ടന് ഇല്ലെങ്കിൽ അവിടെ ചന്ദ്രനാർ പോയി ഇറങ്ങിയ വാളയാർ വണ്ടി കയറി അത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ പോകാം. ഇവിടെ ഇറങ്ങാം. ഒലോക്കോട് ഇറങ്ങിയ ആ വണ്ടിയുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഓടിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ നേരെ അങ്ങനെ ഞാനൊരു പ്രാവശ്യം ഒലോക്കോടുന്ന് മറ്റേ ട്രെയിനിൽ ഒലോക്കോട് വന്നിറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് ട്രാൻസ്പോർട്ടിന്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് കുഴപ്പമില്ല. മുത്തിന് ട്രെയിനിൽ കയറണം എന്നുള്ള ആഗ്രഹം കാരണം പറഞ്ഞപ്പോഴേ ഞങ്ങള് വീട്ടിൽ നിന്ന് ട്രെയിനിൽ കയറി പോകുന്നതാ. എവിടേക്ക് കുറെ നേരം വീഡിയോ ഇങ്ങനെ ഒരു സൈഡ് കാണിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് തിരിച്ചു പോയത്. അപ്പൊ എനിക്ക് ആ സ്ഥലം അറിയാം. ബസ്സിൽ കയറി ഒരു 15 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങാം. അവിടുന്ന് ഒരു 65 രൂപ 7 രൂപ എത്രയാണ്? സ്വിഫ്റ്റ് ആണെങ്കിൽ 120 രൂപ വരും അല്ലേ പാലക്കാട്ടേക്ക്? പാലക്കാട് തൃശ്ശൂര് സ്വിഫ്റ്റ് ആണെങ്കിൽ സുഖമായി. ഹൈവേ റൈഡർ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി. മറ്റേ സാധനം ലോ ഫ്ലോർ അതുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ അവൻ മണ്ണുത്തിയിട്ട് ചിലപ്പോ ഇവിടെ കയറാണ്ട് അങ്ങോട്ട് പോകും. തൃശ്ശൂര് കയറാണ്ട് നേരെ അപ്പൊ നമുക്ക് നടത്തറയിൽ ഇറങ്ങാൻ പറ്റും. അവിടെ കാല് പിടിച്ച് കഴിഞ്ഞാൽ നടത്തറയിൽ ഇറക്കും. അങ്ങനെ കൂടുന്നുണ്ട്. നോക്കട്ടെ അപ്പൊ എവിടെയാ പറ്റിയ അങ്ങനെ ഉണ്ടെങ്കിൽ സുഖമുണ്ട്. നോക്കി നോക്കാം ഏതാ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലങ്ങോട്ട് പോവാം. അജീഷ വിട്ടോ വന്നാ ഓക്കെ. അപ്പൊ അജീഷ് എന്നെ ഒലോക്കോട് സെന്ററിൽ ഇറക്കി
ഇവിടെ നിന്ന് തന്നെ ട്രെയിൻ കിട്ടുമെന്നുള്ളത് നോക്കണം ആദ്യം. അപ്പോൾ അജീഷ് വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. കാരണം ഇവിടെ നല്ല തിരക്കാണ്, വണ്ടി നിർത്താനൊന്നും സ്ഥലമില്ല. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പൊക്കോളാന്ന് പറഞ്ഞത്. അപ്പോൾ നേരെ നമ്മളിവിടെ തന്നെ ട്രെയിൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ ട്രെയിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി. ട്രെയിൻ കിട്ടുമില്ല എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബസ് കയറി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകണം. എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ 9 മണി കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വരുള്ളൂ. ഇപ്പോൾ സമയം 8 മണിയായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് തൊട്ടടുത്തുനിന്ന് ഒരു ഓട്ടോനെ വിളിച്ച് നേരെ പ്രൈവറ്റ് ബസ് 8:30 കാര്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തുകയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ബസ്സിന് പോകാം. ഇല്ല വെച്ച് കഴിഞ്ഞാൽ നേരെ ട്രാൻസ്പോർട്ട് അതിൻ്റെ തൊട്ട് അപ്പുറത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ട്രാൻസ്പോർട്ടിൽ കയറി പോകാം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ അവിടെ ട്രെയിൻ കാത്തു നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഓട്ടോ വിളിച്ചിട്ട് പോകുന്നു കേട്ടോ. നമ്മുടെ അവിടേക്കാണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ KSRTC പിന്നെ എന്താ പറയുക റെയിൽവേ തൊട്ടടുത്ത് അപ്പുറത്തേക്ക് പറഞ്ഞ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറത്താണെന്ന് പറഞ്ഞത് വരും. 100 രൂപ ഓട്ടോസാണ്. മറ്റേന്ന് പറഞ്ഞാൽ നടപ്പാതയുടെ അത്ര ദൂരമേ ഉള്ളൂ, നടക്കാവുന്ന അത്ര ദൂരം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നോക്കി നോക്കട്ടെ. ഇവിടുന്ന് ബസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു, പ്രൈവറ്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇല്ല വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ട്രാൻസ്പോർട്ടിൻ്റെ അവിടേക്ക് പോകണം. ശരിക്കും ട്രാൻസ്പോർട്ടാണ് നല്ലത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെയാണ് ഒരേ ബസ്സുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ആയതുകൊണ്ടേ പ്രൈവറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അടിച്ചു പൊളിച്ച് പോകും രാത്രി സമയമായതുകൊണ്ട് തന്നെ. മറ്റേത് സമയം നോക്കി ഓരോ സ്റ്റാൻഡിൽ കയറി നിൽക്കുന്നില്ല എന്ന് തോന്നണത്. അപ്പോൾ എന്തായാലും ബസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകാം നമുക്ക്, ഇല്ലെങ്കിൽ KSRTC പോവാം. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇതേ കിടക്കണു കൊഴിഞ്ഞാമ്പാറ. ഇത് എവിടേക്കുള്ളതാണോ, നമ്മുടെ അവിടേക്കുള്ള തൃശ്ശൂർ വണ്ടി ഇല്ലാണോ ഇനി നോക്കട്ടെ കേട്ടോ. അപ്പോൾ രക്ഷയില്ല. ഈ 8:30 പോണ വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടിയൊക്കെ നിർത്തി. ഇപ്പോൾ അത് കാരണം വണ്ടികളില്ലാന്ന്. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ KSRTCയുടെ അവിടേക്ക് പോകേണ്ട വരും കേട്ടോ, അല്ലാണ്ട് വേറെ രക്ഷയില്ല. പ്രൈവറ്റ് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ KSRTC സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. തൃശ്ശൂർക്ക് പോകണ KSRTC ഒക്കെ ഈ സിഗ്നലിൻ്റെ ആഴ്ച വരുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ലേശം കിട്ടുമ്പോഴേക്ക് നടന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് കപ്പലിനെയും മേടിച്ച് നിന്ന് എല്ലാം കൂടെ നടക്കാമെന്ന് വെച്ചു. ഞാൻ കുറച്ചുള്ളൂ എന്ന് വിചാരിച്ച് നടന്നതാണ്. ഇത് കുറേ നടന്ന പോലെ എനിക്ക് തോന്നല്. ആൾ പറഞ്ഞത് 1/2 കിലോമീറ്റർ ഉള്ളൂ എന്ന്. 1 കിലോമീറ്റർ നടന്ന പോലെയാണല്ലോ എനിക്ക് തോന്നണേ. ഈ വഴിക്കാണ് ഷോറൂമുകൾ ഇഷ്ടം പോലെ കണ്ടു കേട്ടോ. നമ്മുടെ പെനി KFC എല്ലാം ഈ വഴിക്കാണ്. ട്രാൻസ്പോർട്ട് ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകേണ്ട അവസ്ഥയായി. ഒരു തോന്നിൻ്റെ സ്ഥലമില്ല, കാല് കുത്താൻ സ്ഥലമില്ലാത്തൊരു ബസ് കിട്ടിയത്, വേറെ രക്ഷയില്ല. മണ്ണുത്തിയിലെത്താറായിട്ടോ. മണ്ണുത്തിയിലെത്താറായി ഒരു 1.5 മണിക്കൂർ ആയപ്പോഴേക്കും മണ്ണുത്തിയിൽ എത്താറായി. പട്ടിക്കാട് കഴിഞ്ഞു. ഇപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷ് പോണ വഴിക്ക് അവിടെ ചെക്ക് പോസ്റ്റിൽ ഹൈറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിച്ചു വന്നു. പോലീസല്ല, വെഹിക്കിള്. എന്നിട്ട് ഇനിയിപ്പം അതിന് 1000 രൂപ ഫൈൻ അടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് നിർത്തിക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഫൈൻ അടച്ച് പോക്കോ, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നു പോലീസ് പിടിക്കും. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആ ലൈനിൽ ഫോട്ടോ എടുത്തു. ഈ പറഞ്ഞ പോലെ 23 ടണ്ണാണുള്ളൂ. എന്നിട്ടാണ് ഈ സംഭവം. ഹൈറ്റ് കൂടുതലും കയറ്റാൻ പറ്റില്ല, 10 ഇല്ല എന്ന് പറഞ്ഞ് 15 ടണ്ണ് കയറ്റിയിട്ട് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ ലെവലിലോട് എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ എന്തിട്ടാണ് ഇതുകൊണ്ട് അർത്ഥമാക്കണമെന്നുള്ളത് ഒന്നും മനസ്സിലാവണില്ല. അലക്ക് പ്രാന്ത് പറഞ്ഞൊരു പരിപാടിയെന്ന് ഇപ്പോൾ മനസ്സിലായി സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ലോഡ് 23 ടണ്ണ് തന്നെ അവിടെ വെച്ചിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 രൂപ വാടക ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഫൈനും കൂടിയാകുമ്പോഴോ അവന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അടച്ചോളാൻ പറഞ്ഞു. ഞാൻ നേരെ ഡാഡിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡാഡി മണ്ണത്തിയിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അവിടെ നിന്ന് നേരെ ബസ് കയറി ഇതയുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകണതാണ് ഇന്നത്തെ പരിപാടി. നമ്മളിറക്കി സ്വിഫ്റ്റ് പോയിട്ടോ. ഡാഡി എത്തിയിട്ടില്ല. ഡാഡിക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. അപ്പോൾ കാരണം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം.